ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. അപ്പോൾ ചെമ്മനീർ പൂവിൻ്റെ ഇന്നത്തെ ഒരു സൂപ്പർ ഹിറ്റ് വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ സച്ചി ഓരോ വിശേഷങ്ങളെല്ലാം രേവതിയോട് ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ രേവതി പറയണം, ആ സമയത്തെ വർഷയാണെങ്കിൽ പ്രേതത്തെ പോലെ കിടന്ന് ഭയങ്കര ഒച്ചയിലാണ് കിടന്ന് ഇങ്ങനെ ചിരിച്ചത്. അത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും അമ്മ ശരിക്കും പേടിച്ചു. പക്ഷേ എന്ത് ചെയ്യാനാണ്? വർഷയാണ് ഒച്ചപ്പാടുണ്ടാക്കിയത്. പക്ഷേ ദേ വഴക്ക് പറഞ്ഞത് മൊത്തം എന്നെ, ഞാനാണ് പേടിപ്പിച്ചത്, ഞാൻ കാരണം ഇങ്ങനെയൊക്കെ സംഭവിച്ചത് എന്നും പറഞ്ഞുകൊണ്ട് അമ്മ അങ്ങോട്ട് തുടങ്ങിയില്ല എൻ്റെ സച്ചിയേട്ടാ. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്ക് സച്ചി ഇരുന്ന് ഇങ്ങനെ പൊട്ടിച്ചിരിക്കുകയാണ്. ആണോ? അപ്പോൾ വർഷയുടെ ആ ഒരു ഒച്ച കേട്ട് കഴിഞ്ഞപ്പോഴേക്ക് അമ്മ ശരിക്കും പേടിച്ചോന്നോ? പേടിച്ച് വിറച്ച് വല്ലാത്തൊരു അവസ്ഥയിലായി പോയായിരുന്നു. വർഷ കൊള്ളാലോ, വർഷ ഇങ്ങനെയൊക്കെ ചെയ്യുമല്ലേ? വർഷ അങ്ങനെയൊക്കെ ചെയ്തു. അമ്മ പേടിച്ചിട്ട് ഒരു രക്ഷയില്ലാതിരിക്കുകയായിരുന്നു. അപ്പോൾ നമ്മുടെ സച്ചിക്കാണെങ്കിൽ ശരീരമേന എടുത്തിട്ട് ഒരു രക്ഷയില്ല. സച്ചിയേട്ടാ ഇവിടെ ഇരിക്കുക, ഞാനേ കുറച്ച് ചൂടെണ്ണ എടുത്തിട്ട് വരാം. എന്നിട്ട് അതെല്ലാം മേത്ത് തേച്ച് കുളിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ശരീരം വേദന എല്ലാം പമ്പ കിടക്കുമെന്നേ. ഞാൻ അതുകൊണ്ട് കുറച്ച് ചൂട് എണ്ണ എടുത്തിട്ട് വരാം എന്ന് പറയാം. അങ്ങനെ നമ്മുടെ രേവതി നേരെ അടുക്കളയിലേക്ക് പോവുകയാണ്. അപ്പോൾ സച്ചിയാണെങ്കിൽ ഈ അമ്മ പേടിച്ച കാര്യങ്ങളെല്ലാം ചുമ്മിങ്ങനെ ആലോചിക്കുക. പിന്നീട് കാണിക്കുന്നത് വർഷയും ശ്രീകാന്തിനാണ്. അപ്പോൾ വർഷയാണെങ്കിൽ പോയി വന്നപ്പോൾ ഒരു ടീഷർട്ട് എടുത്തുകൊണ്ട് വരികയാണ്. അപ്പോൾ അതെ ശ്രീകാന്തേ, ഇത് നിനക്ക് വേണ്ടി ഞാൻ മേടിച്ചതാണ്. എനിക്ക് വേണ്ടി മേടിച്ചാണോ? നിനക്ക് സർപ്രൈസ് തരാൻ വേണ്ടി നിനക്ക് വേണ്ടി ഞാൻ മേടിച്ചാണ്, ഇത് നോക്കി. അപ്പോൾ ശ്രീകാന്ത് ആ ഒരു ടീഷർട്ട് എടുത്ത് നോക്കുക. അത് കണ്ടു കഴിഞ്ഞപ്പോഴേക്കും നീ എൻ്റെ ഭാര്യ തന്നെയാണോ? അതെന്താ ഇപ്പോൾ ഒരു സംശയം? പറ, നീ എൻ്റെ ഭാര്യ തന്നെയാണോന്ന്? അല്ല, നിന്റെ അമ്മാവൻ്റെ അനിയത്തിയുടെ മോള്. എന്താ വല്ലതും പറയാനുണ്ടോ? വർഷേ, നീ ഇങ്ങനെയൊന്നും പറയാൻ നിൽക്കാതെ കേട്ടോ. നീ എൻ്റെ ഭാര്യ ആയിരുന്നെങ്കിൽ, എന്നെ അറിയുമായിരുന്നെങ്കിൽ ഇങ്ങനത്തെ ടീഷർട്ട് നീ എടുത്തോണ്ട് വരുമോ? ഈ ടീഷർട്ടിന് എന്താ കുഴപ്പം ശ്രീകാന്തേ എന്ന് ചോദിക്കുമ്പോൾ ഈ ടീഷർട്ട് എന്താ കുഴപ്പമെന്നോ? എൻ്റെ വർഷേ ഇതേപോലത്തെ എനിക്ക് ഒരെണ്ണം ഉണ്ട്. ഇതേപോലത്തെ ഒരെണ്ണം ഉണ്ടെന്നോ? അതാ ഞാൻ പറഞ്ഞത്. നിനക്ക് എന്നെക്കുറിച്ച് ഒരു ചിന്തയില്ല, നീ എൻ്റെ ഭാര്യ തന്നെയാണോ എന്ന് അതാ ഞാൻ ചോദിച്ചത്. ഇതേപോലത്തെ ടീഷർട്ട് എനിക്കുണ്ട്. ഇങ്ങനത്തെ ടീഷർട്ട് ഞാൻ 3-4 പ്രാവശ്യം ഇട്ടിട്ടുമുണ്ട്, അതെല്ലാം കഴുകി ഇട്ടിട്ടുമുണ്ട്. എന്നിട്ട് പോലും നീ അത് ശ്രദ്ധിച്ചിട്ടില്ലല്ലോ. ആ ടീഷർട്ട് ഇട്ട് നമ്മൾ രണ്ടുപേരും കൂടി എവിടെയെല്ലാം പോയിട്ടുണ്ട്, എന്നിട്ട് പോലും നിനക്കത് ഓർമ്മയില്ലല്ലോ. ഇത് കേട്ടുകഴിഞ്ഞപ്പോഴേക്കും വർഷയ്ക്ക് കല്ലി വരികയാണ്. അപ്പോൾ വർഷയാണെങ്കിൽ ശ്രീകാന്തേ, ആ ടീഷർട്ട് എനിക്കറിയാം. ഇത് ഡാർക്ക് കളറ്, ഇത് അതിൻ്റെ ലൈറ്റ് കളറാണ്. പിന്നെ പ്രിന്റുകളും വേറെയാണ് പ്രിന്റ്, ഇത് വേറെ പ്രിന്റാണ്. വർഷേ, എന്തായാലും എനിക്ക് ഈ ടീഷർട്ട് ഒട്ടും ഇഷ്ടപ്പെട്ടില്ല. ഈ കളറ് എനിക്ക് ഇഷ്ടപ്പെടാത്ത കളറാണെന്ന് നിനക്ക് അറിഞ്ഞൂടെ വർഷേ? നീ എന്തിനാ ഇതെടുത്തിട്ടുണ്ടോന്ന്? അങ്ങനെ ശ്രീകാന്ത് വർഷയെ ചൊടിപ്പിക്കാൻ വേണ്ടി ഈ കാര്യങ്ങളെല്ലാം ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയത് കേട്ടോ. വർഷക്ക് കാലി സഹിക്കാൻ പറ്റുന്നില്ല. നോക്ക്, ഈ ടീഷർട്ട് നോക്ക്, ഇതിട്ടിട്ട് എനിക്ക് വല്ല ചേർച്ചയുണ്ട്, നോക്ക് എന്ന് പറഞ്ഞപ്പോഴേക്കും വർഷ ശ്രീകാന്തിൻ്റെ കയ്യിൽ നിന്നും ആ ടീഷർട്ട് തട്ടിപ്പറിച്ച് മേടിക്കണം. വർഷ, നീ എന്താ കാണിക്കുന്നത്? നീ ടീഷർട്ട് ഇടണ്ട, അതാ നല്ലത്. നീ ഒന്നും ഇടണ്ട. നിനക്ക് ഞാനിത് മേടിച്ചുകൊണ്ട് വന്ന എന്നെ വേണം തല്ലാനായിട്ട്. സ്നേഹം കൊണ്ട് ഞാൻ ഇതൊക്കെ മേടിച്ചുകൊണ്ട് വന്നു കഴിഞ്ഞപ്പോഴേക്കും നീ എന്നോട് കുറ്റം പറയുന്നല്ലേ? നീ ഇനി ഈ ടീഷർട്ട് ഇടണ്ട എന്നും പറഞ്ഞ് വർഷ ആ ടീഷർട്ട് എടുത്ത് ആ കട്ടിലിൽ അങ്ങോട്ട് വെച്ചിട്ട് വേഗം കൊടുത്തുകൊണ്ട് പോവുക. വർഷ എന്ന് പറഞ്ഞിട്ട് പോലും അവിടെ നിന്നില്ല. ആ സമയം തന്നെയാണ് നമ്മുടെ രേവതി ചൂട് എണ്ണയായിട്ട് വരികയാണ് സച്ചിയുടെ റൂമിലേക്ക്. അപ്പോഴാണ് വർഷ കുതിര പായുന്ന പോലെ പാഞ്ഞിങ്ങോട്ട് വന്ന് നമ്മുടെ രേവതിയെ ഇടിക്കുകയാണ്. രേവതിയുടെ കയ്യിൽ നിന്ന് വെച്ചാൽ ആ എണ്ണപ്പാത്രം കിടക്കുന്നു താഴെ. എൻ്റെ ദൈവമേ എന്നും പറഞ്ഞുകൊണ്ട് വർഷയും അതേപോലെ തന്നെ രേവതിയും പറയാണ്, ഇതെന്താ വർഷ ഇത്? ഇതെന്നെ കുതിര പായുന്നത് പോലെയാണോ നീ വരുന്നത്? നീ എന്തൊരു സ്പീഡിലാണ് വന്നത്? ഇത് കണ്ടില്ലേ, എണ്ണപ്പാത്രം മുഴുവൻ താഴ്ത്തു പോയില്ലേ? അയ്യോ ചേച്ചി സോറി ചേച്ചി. അവിടെ ഒരു മെനകെട്ടവനുണ്ട്, ഒരു വട്ടൻ, അതെന്നെ കിടന്ന് ചോടിപ്പിച്ചു. ആ ഒരു ദേഷ്യത്തിൽ ഞാൻ ഇങ്ങനെ പാഞ്ഞു വരികയായിരുന്നു ചേച്ചി. ഞാൻ കണ്ടില്ലേ ചേച്ചി വരുന്നത്. ചേച്ചി സോറി ചേച്ചി മോപ്പ് എടുത്തുകൊണ്ട് വാ, ഞാൻ ഏതായാലും തുടക്കാം. മോപ്പ് വെച്ച് തുടച്ചാലൊന്നും അത് പോവില്ല. തുണി വെച്ച് തന്നെ നന്നായിട്ട് തുടച്ച് വൃത്തിയാക്കി എടുക്കണം, എന്നാലേ അത് പോകുള്ളൂ. ചേച്ചി എന്നാൽ ഞാൻ തുടക്കാം. വേണ്ട, ഏതായാലും നിനക്ക് അറിയാതെ സംഭവിച്ചതല്ലേ, സാരമില്ലെന്നേ. അയ്യോ ചേച്ചി, എൻ്റെ കയ്യിൽ നിന്ന് പറ്റിയ മിസ്റ്റേക്ക് അല്ലേ ചേച്ചി. അപ്പം ചേച്ചി തുടക്കണ്ട, ഞാൻ തന്നെ തുടച്ചോളാം. ഒന്നും മിണ്ടാതിരിക്കുക വർഷേ, നീ പോകാൻ നോക്ക്, ഇതെല്ലാം ഞാൻ തുടച്ച് ക്ലീൻ ആക്കിക്കോളാന്ന് പറഞ്ഞില്ലേ ഞാൻ എന്ന് പറഞ്ഞുകൊണ്ട് രേവതി നേരെ അടുക്കളയിലേക്ക് കയറിപ്പോവുക. വർഷക്ക് ഇത് കണ്ടു കഴിഞ്ഞപ്പോഴേക്കും ആകെ സങ്കടം തോന്നുക. അങ്ങനെ
നമ്മുടെ ശ്രീകാന്തിനെ കാണിക്കാം. അപ്പോൾ ശ്രീകാന്താണല്ലോ ചേടാ വർഷയോട് അങ്ങനെയൊന്നും പറയണ്ടായിരുന്നു, പാവം വർഷ, മനസ്സ് ഭയങ്കരമായിട്ട് വേദനിച്ചിട്ടുണ്ടാവും. ഒരു കാര്യം ചെയ്യാം, വർഷ ഏതായാലും പോയി വരുമ്പോഴത്തേക്കും ഞാൻ ഈ ടീഷർട്ട് ഇട്ട് നിൽക്കണം, അപ്പോൾ അവൾക്കത് കാണുമ്പോൾ സന്തോഷമാകും എന്നും പറഞ്ഞുകൊണ്ട് തിരിഞ്ഞു നോക്കുമ്പോൾ അതാ നിൽക്കുന്നു വർഷ. വർഷ നീ പോയില്ലായിരുന്നോ? ഞാൻ വിചാരിച്ചു നീ പോയിട്ടുണ്ടാവുമെന്ന്. നിനക്ക് പിണക്കമൊന്നും മാറിയില്ലേ വർഷേ? എന്താ വർഷ തിരിച്ചു വന്നത്? നീ കാരണവേ ഞാനേ രേവതി ചേച്ചിയെ ഇടിച്ചു. എൻ്റെ ദൈവമേ, ഇടിച്ച് നീ ഏട്ടത്തിയെ കൊന്നോ? ഒന്നും മിണ്ടാതിരിക്കും. നീ ഇത്രയ്ക്കും മന്ദബുദ്ധിയാണോ? നീ വട്ടനാണോ? എടാ അങ്ങനെയല്ലടാ, ഏട്ടത്തി എണ്ണയിട്ട് വരികയായിരുന്നു. ഞാൻ പെട്ടെന്ന് നിന്നോടുള്ള ദേഷ്യത്തിന് ഞാൻ അങ്ങോട്ട് വന്നപ്പോഴേക്കും ഞാൻ ഏട്ടത്തിയും കൂടി തമ്മിൽ കൂട്ടിയിടിച്ചു. കൂടിച്ച് കഴിഞ്ഞപ്പോഴേക്കും ആ എണ്ണപാത്രം മുഴുവനും താഴത്തേക്ക് പോയിടാ. ഓർത്തിട്ട് ആകെ സങ്കടം തോന്നുന്നു. അതായിരുന്നോ? അത് തുടച്ച വൃത്തിയാകുമല്ലോ. നീ വരുമ്പോഴത്തേക്ക് നീ തന്ന ടീഷർട്ടൊക്കെ ഇട്ട് ഇവിടെ നിൽക്കാന്നാ വിചാരിച്ചത്. അപ്പോഴേക്കും നീ വന്നല്ലോ. ഏതായാലും നിന്റെ പിണക്കമെല്ലാം മാറിയില്ലേ? നീ മിണ്ടരുത് കേട്ടോ. നീ കാരണമാണ് ഓരോ പ്രശ്നങ്ങളും ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഏട്ടത്തിക്ക് അതൊരു ബുദ്ധിമുട്ടായില്ലേ? ഏട്ടത്തി അതെല്ലാം തുടച്ച് വൃത്തിയാക്കേണ്ടി വരില്ലേ എന്നൊക്കെ ഇങ്ങനെ സംസാരിക്കുമ്പോൾ നമ്മുടെ ചന്ദ്രയുടെ ശബ്ദം കേൾക്കുക. രേവതി എന്നും വിളിച്ചുകൊണ്ട് ആ ഹാളിലേക്ക് വരുന്നു. ഹാളിലേക്ക് വന്നതും നമ്മുടെ ചന്ദ്ര ആ എണ്ണയെ തെന്നി ദാ കിടക്കുന്നു, പതക്കവും തല്ലി താഴെ. എൻ്റെ അമ്മേ എന്നും പറഞ്ഞുകൊണ്ട് ഒച്ചത്തി വിളിക്കുകയാണ്. ചന്ദ്രയുടെ ആ ശബ്ദം കേട്ട് കഴിഞ്ഞപ്പോഴേക്ക് രേവതിയും വരികയാണ്. രേവതി ഞെട്ടിപ്പോയി. എൻ്റെ ദൈവമേ, എന്താണ് ഈ കാണുന്നത്? രേവതിയുടെ കയ്യിലൊരു തുണിയുമുണ്ട്. തുണിയെടുത്ത് തുടക്കാൻ വേണ്ടി വരികയായിരുന്നു. ആ സമയത്താണ് ചന്ദ്ര വന്നത്. ചന്ദ്ര തെന്നി വീണതും. രേവതി പേടിച്ച് വിറച്ചിങ്ങനെ നിൽക്കുക. അപ്പോൾ ശ്രുതിയും ഒക്കെ ഓടി വരികയാണ്. അതേപോലെ തന്നെ സച്ചിയും വർഷയും ശ്രീകാന്തൊക്കെ ഓടി വരികയാണ്. അപ്പോൾ ഇവർ വന്നു കഴിഞ്ഞപ്പോഴേക്കും നേരെ സച്ചിയാണെങ്കിൽ അമ്മയെ പിടിച്ചെടുപ്പിക്കാനായിട്ട് ശ്രമിക്കുകയാണ്. പക്ഷെ പറ്റുന്നില്ല. അപ്പോൾ ശ്രുതിയും ഒക്കെ അയ്യോ അമ്മ എന്ത് പറ്റി, അമ്മ എന്താ ഇങ്ങനെ? ഇവളില്ലേ മനഃപൂർവ്വം എന്നെ കൊല്ലാൻ നോക്കിയതാണ്. ഇവിടെ എണ്ണയിട്ട് ഞാൻ തെന്നി വീണ് കഴിയുമ്പോൾ എൻ്റെ ഇടപാട് തീരുമല്ലോ, അതിനുവേണ്ടി ഈ രേവതി എന്നെ മനഃപൂർവ്വം കൊല്ലാൻ നോക്കിയതാന്ന് പറഞ്ഞപ്പോൾ സച്ചിക്ക് ദേഷ്യം വരികയാണ്. എന്തു പറഞ്ഞാലും നിങ്ങൾ രേവതിയുടെ നെഞ്ചത്തോട്ട് കയറണം എന്തിനാണ്? നിങ്ങൾ കണ്ടോ രേവതിയാണ് ഇവിടെ എണ്ണ ഇട്ടതെന്ന്? രേവതി അല്ലാതെ പിന്നെ ആരാടാ? അവൾ എന്നെ മനഃപൂർവ്വം കൊല്ലാൻ വേണ്ടിയാടാ ഈ എണ്ണ ഒഴിച്ചത്. അപ്പോൾ വർഷം കഴിഞ്ഞപ്പോഴേക്കും ആൻറ്റി ഇങ്ങനെ രേവതി ചേച്ചിയെ കുറ്റം പറയരുത്, ഇത് എൻ്റെ മിസ്റ്റേക്കാണ്. ഞാൻ അറിയാതെ വന്ന് രേവതി ചേച്ചിയെ തട്ടിയതാ. അപ്പോഴാണ് രേവതി ചേച്ചിയുടെ കയ്യിൽ നിന്ന് ആ എണ്ണ താഴത്തേക്ക് വീണത്. അത് തുടക്കാൻ വേണ്ടിയാണ് രേവതി ചേച്ചി തുണിയെടുക്കാനായിട്ട് പോയത്. അപ്പോൾ നമ്മുടെ ശ്രുതിയാണെങ്കിൽ നിനക്ക് പെട്ടെന്ന് തന്നെ തുടച്ചുകൂടായിരുന്നോ? അപ്പം തന്നെ അപ്പം ഇങ്ങനെ സംഭവിക്കുമായിരുന്നോ? ഞാൻ എൻ്റെ സാരിയുടെ തുമ്പ് വെച്ച് തുടക്കണോ? തുടക്കാൻ വേണ്ടിയാണ് ഞാൻ അടുക്കളയിലേക്ക് തുണി എടുക്കാനായിട്ട് പോയത്. ആ സമയത്ത് അമ്മ വരുന്നെന്ന് എനിക്കറിയായിരുന്നോ? അമ്മ വന്ന് തെന്നി വീണത് എൻ്റെ കുറ്റമാണോ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുക രേവതി. അപ്പം ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും ചന്ദ്ര വീണ്ടും ഇങ്ങനെ കിടന്ന് ഭയങ്കരമായിട്ട് പറയുകയാണ്, നീ മനഃപൂർവ്വം തന്നെയാണ് എന്നെ തള്ളി താഴെയിട്ട് എന്നെ കൊല്ലാൻ നോക്കിയതാണ്. എടി നീ ഇവിടെ വലതുകാലെടുത്ത് വെച്ച് കയറി വന്നത് എന്നെ കൊല്ലാനാണോടി എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുക ചന്ദ്ര. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്ക് രേവതിക്ക് സങ്കടവും വരുന്നുണ്ട്, ദേഷ്യവും വരുന്നുണ്ട്. സച്ചിക്കാണെങ്കിൽ അതിൽ എപ്പറേ കലി വരുന്നുണ്ട്. നിങ്ങളൊന്നും മിണ്ടാതിരിക്കാവോ? നിങ്ങളെ ഇങ്ങനെയൊക്കെ പറയും, നിങ്ങൾ രേവതിയുടെ നെഞ്ചത്ത് കയറാൻ വേണ്ടി തന്നെ നിൽക്കുക. അപ്പോൾ വർഷ എന്നിട്ട് ഞാൻ പറഞ്ഞു എൻ്റെ മിസ്റ്റേക്കാണെന്ന് ഞാൻ പറഞ്ഞു. വീണ്ടും എന്തിനാണ് രേവതി ചേച്ചി ഇങ്ങനെ കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത്? വർഷേ നീ മിണ്ടാതിരിക്കുക, എൻ്റെ നടുവൊടിഞ്ഞു ഇപ്പോൾ. അയ്യോ എന്നെ ആരെങ്കിലും പിടിച്ചെണീപ്പിക്കേ. നിങ്ങൾക്ക് ഇതിനെല്ലാം പറ്റാൻ കാരണം നിങ്ങളുടെ ഈ മോനാണ് സുധി. പല പ്രാവശ്യം നിങ്ങളുടെ തലയെ തൊട്ട് സത്യം ചെയ്തിട്ടില്ലേ? 50 ലക്ഷം രൂപ കൊണ്ടുണ്ട് ഓടിയപ്പോൾ തന്നെ നിങ്ങളുടെ തലയത്തോട്ട് സത്യം ചെയ്തതാണ് നിങ്ങളുടെ ഈ മകൻ. അപ്പം മുതൽ നിങ്ങൾക്ക് ഓരോരോ അപകടങ്ങൾ സംഭവിക്കാൻ തുടങ്ങി. കണ്ടോ, നിങ്ങളെയും കൊണ്ടേ പോകുള്ളൂ. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കെടാ നീയേ അനാവശ്യം പറയാൻ നിൽക്കരുത്. നിനക്ക് അമ്മയോട് സ്നേഹമുണ്ടോടാ? അതെ, സ്നേഹമുള്ളത് കൊണ്ടാണല്ലോ ഞാൻ വന്നപ്പോൾ തന്നെ അമ്മയെ പിടിച്ചെണീപ്പിക്കാനായിട്ട് നോക്കിയത്. നിനക്ക് സ്നേഹമുണ്ടായിട്ട് നീ എന്താണ് ചെയ്തത്? നീ അമ്മയെ പിടിച്ചെണീപ്പിക്കാതെ ഇങ്ങനെ ഇവിടെ കിടന്ന് കഥ ചൊല്ലിക്കൊണ്ടിരിക്കുന്നു. അതല്ലേ നീ ചെയ്യുന്ന പരിപാടി. എടാ എൻ്റെ അമ്മയോട് എത്രമാത്രം സ്നേഹമുണ്ടെന്ന് എൻ്റെ അമ്മയ്ക്ക് നന്നായിട്ടറിയാം. അതറിയാം. അതാണല്ലോ നീ ഇപ്പം കാണിച്ചുകൊണ്ടിരിക്കുന്നത്. അമ്മ എണീക്കമ്മ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ സുധി ചന്ദ്രയെ എണീപ്പിക്കാനായിട്ട് ശ്രമിച്ചു കഴിഞ്ഞപ്പോഴേക്കും സുധിയും ആ എണ്ണയെ തന്നെ ഇതാ കിടക്കുന്നു താഴെ. സുധിക്കും എണീക്കാൻ പറ്റുന്നൊരവസ്ഥ. അയ്യോ അമ്മേ എനിക്കും പറ്റുന്നില്ല അമ്മ, അയ്യോ എൻ്റെ നടുവൊടിഞ്ഞ് എന്താണ് ഈ കാണിച്ചു കൂട്ടുന്നത്? അപ്പോൾ ശ്രുതിയാണെങ്കിൽ ചന്ദ്രയെ വാൻറ്റി എണീക്കുക ആൻറ്റി എന്ന് പറയാം. അപ്പോൾ ശ്രുതിയാണെങ്കിൽ ശ്രുതി എനിക്കൊട്ടും വയ്യ, എന്നെ എണീപ്പിക്കുക. അങ്ങനെ ചന്ദ്രയെ അവിടെ ഇട്ടിട്ട് ശ്രുതി നേരെ
സുധിയെ എണീപ്പിക്കുകയാണ്. അമ്മ എണീറ്റ് വാമേ, പതുക്കെ എണീറ്റ് വാമേ എന്ന് പറഞ്ഞുകൊണ്ട് എണീപ്പിക്കുകയാണ്. അയ്യോ ഇവളാണ് എല്ലാത്തിനും കാരണം. എന്തിനാടി രേവതി നീ എന്തിനാടി ഇങ്ങനെയൊക്കെ ചെയ്തത്? നീ കാരണോടെ എനിക്ക് ഇങ്ങനെയൊക്കെ സംഭവിച്ചതെന്ന് പറഞ്ഞുകൊണ്ട് ഞൊണ്ടി പോയി നമ്മുടെ ചന്ദ്രയെ ഒരു കട്ടിലല്ലേ ഇങ്ങനെ കിടത്തുകയാണ്. കിടത്തി കഴിഞ്ഞപ്പോഴേക്കും രേവതിക്കാണെങ്കിൽ ആകെ സങ്കടം തോന്നുന്നു. അങ്ങനെ ചന്ദ്ര കട്ടിലേക്ക് കിടത്തിക്കൊണ്ട് രേവതി ഇങ്ങനെ പ്രായിക്കൊണ്ടിരിക്കുകയാണ്. ആൻറ്റി, ഞാൻ ആൻറ്റിക്ക് വിക്സ് എടുത്ത് തടകി തരാം ആൻറ്റി എന്ന് പറയാണ്. തടകി താ മോളെ എന്ന് ചന്ദ്രയും. അപ്പോൾ ദേ ശ്രുതി, അമ്മയ്ക്കല്ല വേദന, അമ്മയ്ക്ക് ആദ്യം തടകല്ലേ, നീ എനിക്ക് ആദ്യം തടകിത്താ. എടാ ദുഷ്ടാ, നീ എന്താടാ ഈ പറഞ്ഞത്? അയ്യോ അമ്മേ എന്താടാ? അല്ല, ഞാൻ വേദന കൊണ്ട് പറഞ്ഞത്, അമ്മേന്ന് വിളിച്ചതാണ്. എന്തൊരു വീഴ്ചയായിരുന്നു ശ്രുതി, എനിക്ക് തടയത്താ. ഒന്നും മിണ്ടാതിരിക്കും ശ്രുതി, നിനക്ക് വീണിട്ടൊന്നും സംഭവിച്ചിട്ടൊന്നുമില്ല, ആൻറ്റിക്കാണ് സംഭവിച്ചിരിക്കുന്നത്, ഞാൻ ആൻറ്റിക്ക് തടയി കൊടുക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് വിക്സ് എടുത്തിട്ട് കാലിങ്ങനെ തടയി കൊടുക്കുക. തടയി കൊടുത്തു കഴിഞ്ഞപ്പോഴേക്കും ആ രേവതി കാരണം, ഇതെല്ലാത്തിനും കാരണം അവൾ മനഃപൂർവ്വമാണ്. അവൾ ഈ കുടുംബത്തേക്ക് കാലെടുത്ത് വെച്ചതും ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നുണ്ടല്ലോ എൻ്റെ ദൈവമേ. അപ്പോൾ ആ വരുന്നത് കേട്ടുകൊണ്ട് വർഷം വരികയാണ്. ആൻറ്റി മിണ്ടരുത് കേട്ടോ. എന്തിനാണ് ചേച്ചി എപ്പോഴും ഇങ്ങനെ കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത്? ദേ എൻ്റെ മിസ്റ്റേക്ക് ആണെന്ന് ഞാൻ ആൻറ്റിയോട് പറഞ്ഞില്ലായിരുന്നോ? പിന്നെ എന്തിനാ രേവതി ചേച്ചി എപ്പോഴും കുറ്റപ്പെടുത്തുന്നത്? വർഷേ, നിനക്ക് ശബ്ദം കൂടുന്നു. ആൻറ്റി, ഉള്ള കാര്യം ഞാൻ പറയും. രേവതി ചേച്ചിയെ എന്നെ കാണുന്നത് സ്വന്തം അനിയത്തിയായിട്ടാണ്. ആ ചേച്ചിയാണ് നിങ്ങൾ കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത്. എൻ്റെ ചേച്ചിയാണ് രേവതി ചേച്ചി. ആ ചേച്ചിക്ക് വേണ്ടി ഞാൻ സപ്പോർട്ട് ചെയ്യുക തന്നെ ചെയ്യും. അതിൽ ആൻറ്റി ഇടപെടാനായിട്ട് നിൽക്കണ്ട. എപ്പം നോക്കിയാലും ഏത് നോക്കിയാലും രേവതി ചേച്ചിയെ കുറ്റം പറയാത്ത ദിവസങ്ങളുണ്ടോ നിങ്ങൾ? എപ്പോൾ നോക്കിയാലും നിങ്ങൾ കുറ്റം പറയുന്നല്ലോ. അപ്പോൾ വർഷയുടെ ആ ഒച്ചയെടുത്തുള്ള ചന്ദ്രയുടെ സംസാരം കേട്ട് കഴിഞ്ഞപ്പോഴേക്കും ഈ ശ്രുതിയും ചന്ദ്രയൊക്കെ ഇങ്ങനെ അന്തം വിട്ടിങ്ങനെ നോക്കി നിൽക്കുക. അപ്പോൾ വർഷ വീണ്ടും ഇങ്ങനെ സംസാരിക്കുകയാണ്. ആൻറ്റി, ഞാൻ പല പ്രാവശ്യം പറഞ്ഞു കഴിഞ്ഞു, ഇതെൻ്റെ മിസ്റ്റേക്കാണെന്ന് ഞാൻ പറഞ്ഞു. എന്നിട്ട് പോലും അതൊന്നും നോക്കാതെ വീണ്ടും ചേച്ചി ഇങ്ങനെ ഓരോന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നു. ഇനി മേലാൽ ഇത്തരത്തിലുള്ള സംസാരം പാടില്ല. ഇനി ചേച്ചിയെ അനാവശ്യമായ രീതിയിൽ ആൻറ്റി കുറ്റപ്പെടുത്തിയാൽ അത് ദേ ഇന്നത്തോടെ നിർത്തിക്കോ, അതായിരിക്കും ആൻറ്റിക്ക് നല്ലത് എന്ന് പറഞ്ഞുകൊണ്ട് വർഷ അവിടെ നിന്ന് പോവുകയാണ്. അപ്പോൾ വർഷ അവിടെ നിന്ന് പോയി കഴിഞ്ഞപ്പോഴേക്കും ശ്രുതിയാണെങ്കിൽ കുത്തിത്തിരിപ്പുണ്ടാക്കുക. കണ്ടോ ആൻറ്റി, പറഞ്ഞത് കേട്ടില്ലേ? ദേ അവളുടെ ഭീഷണി മുഴക്കം, ഇതെല്ലാം ആ രേവതി ചെയ്യുന്ന കാര്യങ്ങൾ തന്നെയാണ്. രേവതിയാ ഇതെല്ലാത്തിനും കാരണം. അതെ, രേവതി തന്നെയാ. അവൾ ഓരോ കാര്യങ്ങളും പറഞ്ഞുകൊണ്ട് വർഷയെ കയ്യിലെടുത്ത് വെച്ചിരിക്കുകയാണ്. അതുകൊണ്ടാ വർഷ എനിക്ക് നേരെ ഇപ്പോ വിരൽ ചൂണ്ടി സംസാരിക്കുന്നത്. ഇത് ഞാൻ നിർത്തിത്തരാം. വർഷയെയും രേവതിയെയും രണ്ടാക്കണം, എന്നാലേ ശരിയാവുള്ളൂ എന്ന് വിചാരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ ശ്രുതിക്കാണെങ്കിൽ അത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും ഭയങ്കര സന്തോഷം തോന്നുക. അങ്ങനെ പിന്നീട് കാണിക്കുന്നത് നമ്മുടെ രേവതിയാണെങ്കിൽ കുറേ പച്ചമരുന്നുകൾ ഇട്ട് ഇങ്ങനെ കിഴിയൊക്കെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുക. അപ്പോഴാണ് സച്ചി അങ്ങോട്ട് ചെല്ലുന്നത്. ഇതെന്താ രേവതി കിഴിയൊക്കെ ഉണ്ടാക്കിക്കൊണ്ട്? ഇതാ അമ്മയുടെ കാലിൽ ചൂട് പിടിക്കാൻ. അമ്മയുടെ കാലിൽ ചൂട് പിടിക്കാൻ എന്തിന്? അമ്മ വീണല്ലോ, നമുക്ക് നല്ല വേദന ഉണ്ടാവുമല്ലോ. രേവതി നിനക്ക് വട്ടാണോ? നീ ഇത് അങ്ങോട്ട് ചെന്ന് കഴിയുമ്പോഴേക്കും അമ്മ നിന്ന് തരും. ഇന്നാ മോളെ ചൂട് പിടിച്ചോ എന്ന് പറഞ്ഞുകൊണ്ട് നല്ല ചീത്തയേക്കും. എന്നാലും കുഴപ്പമില്ല, ഒരാൾ വേദനിച്ച് കിടക്കുമ്പോൾ എനിക്ക് അങ്ങനെ കണ്ടു നിൽക്കാനായിട്ട് കഴിയില്ല സച്ചിയേട്ടാ. അതുകൊണ്ടാണ് രേവതി, ഞാൻ പറയുന്നത് കേൾക്കുന്നുണ്ടോ? അമ്മ നീ അങ്ങോട്ട് ചെല്ലാൻ നേരത്ത് നിന്നെ ആട്ടിത്തുപ്പോന്നേ, അതാണ് നിനക്ക് സംഭവിക്കാനായിട്ട് പോകുന്നത്. ആട്ടിത്തുപ്പടെങ്കിൽ തുപ്പിക്കോട്ടേന്നേ, എനിക്ക് പ്രശ്നമില്ല. രേവതി, അമ്മ എന്താ പറയാൻ പോകുന്നതെന്ന് ഞാൻ പറഞ്ഞു തരട്ടെ. എന്നെ നീ അമ്മയായിട്ട് സങ്കല്പിക്കുക. നീ എനിക്ക് കിഴി വെക്കാനായിട്ട് വരികയാണ്. അപ്പം നീ വാ, ഞാൻ പറഞ്ഞുതരാം. അങ്ങനെ നമ്മുടെ സച്ചി ആ ഇങ്ങനെ ഊഞ്ഞാലിങ്ങനെ ഇരിക്കുക. ആ സമയത്ത് രേവതി വരികയാണ്. അപ്പോൾ അയ്യോ എൻ്റെ അമ്മേ എനിക്ക് വയ്യായി, അയ്യോ സച്ചിയേട്ടൻ എന്ത് പറ്റി? അയ്യോ സച്ചിയേട്ടനല്ല, അമ്മയെന്ന് വിളിച്ചുകൊണ്ട് വരണം, അങ്ങനെയാണ് വരേണ്ടത് എന്ന് പറയുക. പറഞ്ഞപ്പോഴേക്കും അപ്പോൾ അയ്യോ എൻ്റെ അമ്മ എനിക്ക് വയ്യ. അപ്പം രേവതി വീണ്ടും വരികയാണ്. അമ്മേ എന്ത് പറ്റി അമ്മേ? എന്താടി? എടീന്നോ? നിങ്ങളെ ഞാനുണ്ടല്ലോ. അയ്യോ അമ്മ, ഞാനല്ല നിന്നെ വിളിച്ചത്, അമ്മ നിന്നെ അങ്ങനെയാണല്ലോ വിളിക്കുന്നത്. അത് ശരിയാണല്ലേ. വീണ്ടും വാ. അമ്മേ എന്ത് പറ്റിയമ്മേ? എന്ത് പറ്റിയെന്ന് നിനക്കറിയില്ലേ? നീ എന്നെ ഉരുട്ടി വീഴ്ത്തിയിട്ട് എന്ത് പറ്റിയെന്ന് ചോദിക്കുന്നോ? അമ്മേ, ഞാൻ അമ്മയ്ക്ക് കിഴി പിടിച്ചു തരാം. അമ്മേ, കിഴി പിടിച്ചു തരാനോ? നീ എന്നെ കാലിൽ തൂക്കി നിലത്തടിക്കാൻ വേണ്ടിയല്ലേടി നീ വന്നിരിക്കുന്നത്? എനിക്ക് വീണ്ടും അപകടം ഉണ്ടാക്കി വെക്കാൻ വേണ്ടിയാണോ? അവളൊരു ചൂട് പിടിക്കാൻ വേണ്ടി കിഴിയായിട്ട് വന്നിരിക്കുന്ന കുട്ടി പിശാശെ എന്നൊക്കെ പറഞ്ഞപ്പോഴേക്കും സച്ചിയേട്ടാ, അമ്മ എന്നെ ഇങ്ങനെ കുട്ടി പിശാശൊന്നും വിളിക്കില്ല, ഇത് സച്ചിയേട്ടൻ മനസ്സിൽ നിന്നുണ്ടാക്കിയ കാര്യങ്ങളല്ലേ എന്ന് ചോദിക്കുമ്പോൾ അയ്യോ ഇല്ല രേവതി, ഞാൻ മനസ്സിൽ നിന്നുണ്ടാക്കിയ കാര്യമേ ഇല്ല.
ഉറപ്പായിട്ടും നിന്നെ അമ്മ അങ്ങനെയൊക്കെ പറയും. അതുകൊണ്ട് നീ പോകണ്ട രേവതി എന്ന് പറഞ്ഞപ്പോഴേക്കും ഇല്ല സച്ചിയേട്ടാ, അമ്മ വേദന കൊണ്ട് അവിടെ പൊളയാണ്. അമ്മ പറഞ്ഞോട്ടേന്നേ, എന്നെ എന്ത് വേണമെങ്കിലും പറഞ്ഞോട്ടെ, ആട്ടി തുപ്പേം ചെയ്തോട്ടെ. പക്ഷേ ഈ വീട്ടിൽ ആര് വേദന സഹിച്ച് കിടന്നാലും എനിക്കത് കണ്ടുകൊണ്ട് നോക്കി നിൽക്കാൻ പറ്റില്ല. എനിക്കവരെ സഹായിച്ചേ മതിയാവുള്ളൂ. അതുകൊണ്ട് ഞാൻ അമ്മയുടെ അടുത്തിട്ട് പോകാൻ പോവാ. നീ ചെല്ല്, കിട്ടുന്നത് മേടിച്ചു. എൻ്റെ ദൈവമേ, ഇതിനോടൊക്കെ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ എന്ന് സച്ചിയും പറയാ. അപ്പം അങ്ങനെയും കാണിച്ചുകൊണ്ടാണ് നമ്മുടെ ഇന്നത്തെ റിവ്യൂടെ അവസാനിച്ചിരിക്കുന്നത്. അടുത്ത റിവ്യൂവിനെ കാത്തിരിക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിച്ചുകൊണ്ട് തന്നെ നമസ്കാരം. താങ്ക് യു. സീ അഗൈൻ. ബൈ ബൈ.